ഭർത്തന്റെ പൊലീവിലിന് വെച്ചു പഠിച്ചു തന്നൊരു ഗിഫ്റ്റ് ബേബി ബേബി വിളിക്കണാണ് ഇന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ ഡൗട്ട് അടിക്കും. ഇരുന്നാണ്ട് ഇടുക്കലേന്റെ വള്ള കാണൂ. ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഇത്. നാളെ നുജുവിൻ്റെ ബർത്ത്ഡേ ആണ്. ബട്ട് നുജുക്ക് അറിയില്ല, ഞങ്ങൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാൽ നുജു വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഉച്ചക്ക് വരുന്നുണ്ട് ബീച്ചിൽ, നല്ല അടിപൊളിയായിട്ട് നുജുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നുജുവിനെ ഇന്ന് രാത്രി ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ തച്ചും സിബിയും ശംസിയൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് സർപ്രൈസ് കൊടുക്കാം. നുജുക്ക് അറിഞ്ഞിട്ടില്ല, ഞാൻ ഉപ്പിലിട്ടതൊക്കെ തിന്നാന്നാണ് പറഞ്ഞിട്ട് നുജുവിനെ ബീച്ചിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അമ്മ ബീച്ചിലെത്തിയിട്ടോ, നുജുക്ക് അറിഞ്ഞിട്ടില്ല. നുജുവിനോടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുക. പൊട്ടിച്ച് ഷാളൊക്കെ റെഡിയാക്കാം. തച്ചുൻ്റെ ഒരു വരുന്നേ ഉള്ളൂ, അത് വേറെ വന്നിട്ടായിട്ട് നമുക്ക് ഇതാക്കാം. നുജു ഷാളറിൽ ചുറ്റുന്നുണ്ട്. നമുക്ക് ഇടുന്ന കുറച്ച് ഫോട്ടോ എടുത്ത് തരാന്നൊക്കെ പറഞ്ഞ് നുജിനെ മോട്ടറാക്കിക്കുക. ഭർത്തന്റെ ലീവിൽ വെച്ചു തുടങ്ങിക്കോ. എന്തേ വ്ലോഗ് തുടങ്ങിക്കോ? വ്ലോഗ് എടുക്കുന്നുണ്ടാ? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേർ ഈസ് നജോബി. സോ ഗൈസ്, എനിക്ക് 27 വയസ്സാവാണ് ഗൈസ്. ഇന്ന് രാത്രി 12 മണിക്കോ എനിക്ക് 27 വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ നജുമ. വേറെ കാര്യം വേണമെങ്കിൽ സർപ്രൈസ് ഒന്നും തോന്നിയില്ല. ഓക്കെ, നോക്കേ, ഈ ഡ്രസ്സ് എൻ്റെ അമ്മശാങ്ക എന്ന് തന്നെ പറയാ, എന്താ പറയാ, ആബിച്ചന്റെ ഉപ്പ ബറാത്തിന് എനിക്ക് മേടിച്ചത്. പക്ഷെ ഞാൻ അന്ന് ഇട്ടിട്ടില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിൽ വെച്ചിട്ട് അടിപൊളി വീഡിയോസ് എല്ലാം ചെയ്യണം. പറയട്ടെ, ഈ രാത്രിയിൽ നിങ്ങൾ നമ്മളെ കാണാനുള്ള റീസൺ എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നോമ്പുതറായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഔട്ട്ഫിറ്റിൽ ബർത്ത്ഡേക്ക് 12 മണിക്ക് 27 എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം വിചാരിച്ചിന്. സമയം കിട്ടിയില്ല ഗൈസ് വീഡിയോ എടുക്കാൻ. നാളെ സമയം കിട്ടിയിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. സമയം കിട്ടിയില്ല. അപ്പം പിന്നെ നോമ്പറന്ന് വരുമ്പോൾ അഭിച്ച് പറഞ്ഞു, എന്നാലും നമുക്ക് ഞങ്ങളതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് നമ്മളൊരു വേറെ തീമിൽ നൈറ്റ്സിൽ ഷൂട്ടാക്കിയിട്ടുണ്ടേനി. അങ്ങനെ ഈ ഡ്രസ്സിൽ ഷൂട്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു ഗൈസ്. പിന്നെ ഉപ്പിലിട്ട തിന്നാൻ. ഇനി നമ്മൾ ഷൂട്ടാക്കാൻ പോലെ. എവിടെ നിന്ന് എടുക്കുന്നത്? ഓക്കെ, എങ്ങനെ ഷൂട്ടാക്കുന്നത്? വെള്ളം കാണിക്കല്ലേ. ഒരു സങ്കടവും ഇല്ല, ആവശ്യമില്ലാത്ത സങ്കടം പറയുന്നേ. നാളെ നീ നെട്ടും. നാളെ നിന്നെ ഞാൻ പറഞ്ഞോ? ഉറക്കം വരാന്ന് 2-3 ദിവസം ഉറക്കം പോയത് ലാഭിച്ച പാക്കിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഇരുന്നാണ്ട് ഇടുക്കലേന്റെ വള്ള കാണൂ. ഇതൊന്നും റെക്കോർഡല്ല കേട്ടോ, എന്റെ വള്ളൊന്നും ആരും കണ്ടില്ല. അപ്പൊ കുഴപ്പമില്ല. എന്താ പറയണ്ട പറയ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ വയറ് കാണുന്നുണ്ടോ? ഇല്ല. ഗൈസ്, 12 മണിയായപ്പം ഞാനും ആബിച്ചയും കുറേ നാളുകൾക്ക് ശേഷം ലൈവിൽ വന്നു ഗൈസ്. ബീച്ചില് എൻ്റെ ഫാൻസാണ്. എൻ്റെ ഫാൻസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ കൊണ്ട് തല്ലാണ് ഗൈസ്. ആബിച്ച പറ. നുജുമ ആകെ സങ്കടത്തിലാണ്, സർപ്രൈസ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു സങ്കടവും ഇല്ല. നുജുമാക്ക് സർപ്രൈസ് ഉണ്ട്. എനിക്കൊരു സങ്കടവും ഇല്ല. ഞാൻ സർപ്രൈസ് ഒന്നും വിചാരിച്ചിട്ടില്ല. നമ്മ വീഡിയോ എടുക്കാനോ വന്ന ബർത്ത്ഡേ ഉണ്ടെന്ന് ഇന്നർ ഓർഡറാക്കി കിട്ടിയിട്ടില്ലല്ലോ. അല്ലാതെ ചെയ്തീനു, മനസ്സിലായോ? അല്ലാ, അതിപ്പോ നോക്കിയെങ്കിൽ അറിയില്ല ആരാന്നുള്ളത്. കുറെ പേരുള്ളതുകൊണ്ട്. ഹാപ്പി ബർത്ത്ഡേ നുജുമോള്, ഹാപ്പി ബർത്ത്ഡേ. ഇൻസ്പിറേഷൻ മീ. എന്തോ ഹാർഡ് വർക്ക്. ഇത്ര വർഷം എന്നെ ലവ് ആക്കിയിട്ട് എനിക്ക് എന്ത് പറയാനുള്ള? മാഷാ അല്ലാ, പഠിച്ചോന് എനിക്ക് തന്നൊരു അല്ല, സത്യം തന്നെ മാഷാ അല്ലാ. എനിക്ക് നല്ലൊരു എൻ്റെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ഈ സമയത്ത് പഠിച്ചു തന്നൊരു ഗിഫ്റ്റ് തന്നെ. അൽഹംദുലില്ലാ.
ഇതാരെ ഗേൾ ഫ്രണ്ടാ? ആടാ പൊക്കി 1.5 കൊല്ലം മുന്നേ പൊക്കി ഗേൾഫ്രണ്ടും ഭാര്യയും ഭർത്താവായ ആൾക്കാരാണ്. പിന്നെന്താ വിശേഷമല്ലോ സുഖല്ലേ? എന്തില്ല അടിപൊളി. എന്റെ ബർത്ത്ഡേ ആന്നേ, അത് വിഷ് ചെയ്തൂടെ? ബർത്ത്ഡേ ഒക്കെ പോയി ചോദിച്ചു വാങ്ങല. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഓക്കെ, ആര് പറഞ്ഞേക്ക് ആ അറിയോ? പിന്നെ ബർത്ത്ഡേക്ക് വന്നാണ് നുജു ബായ് തുറക്ക ബായ് ഉറക്കം വന്നിട്ട് 2 ദിവസം എന്റെ ഉറക്കം പോയതായിരുന്നു. നമ്മള് ലൈറ്റ് എല്ലാം എടുത്തിട്ട് ഷൂട്ടിന് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ അവര് ഷൂട്ടൊന്നും ചെയ്ത് തന്നില്ല. ഞാൻ 12 മണിക്ക് പോസ്റ്റ് ചെയ്യണ വിചാരിച്ചിനി. ഷൂട്ട് നമ്മ ചെയ്യും ഉറപ്പായിട്ട്. പിന്നെന്താ പറയും? വ്ളോഗിന് കണ്ടന്റ് ഒന്നുമില്ല, പിന്നെ വ്ളോഗ് എടുക്കുന്നേ. നമ്മക്ക് ക്ലിക്കാക്കി ഇടാലോ. ബേബിന്റെ 27 ജന്മദിനം. ബേബി ആയിക്കോട്ടെ, ബേബി വിളിക്കില്ല പിന്നെ എന്ത് വിളിക്കണ്ടേ? നുജുമാന്റെ 27ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്റെ ഫോളോവേഴ്സിന്റെ വിചാരമൊക്കെ എനിക്ക് 21-22 വയസ്സായിട്ടുള്ളൂ എന്നാ. തടി സത്യം തടി ഉണ്ട് എന്ന് വിചാരിക്കും, പക്ഷെ ഏജിലാന്ന്. ഇപ്പം ഞാൻ മറ്റേ വല്ലപ്പോഴും എന്റെ വൈഫ് തന്നെ പറഞ്ഞില്ലേ എനിക്ക് ഏജ് ഒന്നുമില്ലാന്ന്. എന്തായാലും ആബിച്ചക്ക് 28 ആയി ഗൈസ്. അതെ എന്റത് വിട്, നിന്റെ വയസ്സായി നീ പറയേ. I'm still 20. I'm still living in 20 guys. This chicken is simply telling something. Guys, എനിക്ക് 27 വയസ്സായി. അല്ല സോറി, നിന്റെ 27ാമത്തെ ബർത്ത്ഡേ ആണ്. അബിച്ച എനിക്ക് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല ഗൈസ്. ചോദിക്കുമ്പോ ഞാൻ എന്നെ വലിയ ഗിഫ്റ്റ് കാര്യല്ലേ, ഞാൻ എന്നെ ഒരു വലിയ ഗിഫ്റ്റ് അല്ലേ നോജുമാക്ക് അല്ലേ? ഇത് ഭയങ്കര ക്രിഞ്ചാവും അബിച്ച. ആണ് ഞാൻ എന്നെ എന്ത് ക്രിഞ്ചൊന്നുമില്ല. സ്ഥിരം പരിപാടി, എല്ലാ ദിവസവും അങ്ങറ്റത്ത് നിങ്ങറ്റം വരെ എന്നെ കൊണ്ടുപോകും. ബീച്ചിൽ നടക്കല്ലേ ഒരു ഫീലാണ്. പക്ഷെ ബീച്ചിൽ നടക്കുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സിൽ നടക്കുന്ന ഒരു ഫീലും ഇല്ല. നീ എന്നോട് തെറ്റിയെന്തിനാ? ഒന്നും തെറ്റിയിട്ടില്ല. എന്നോട് ചോദിച്ചു തെറ്റിക്കാം. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല അഭിച്ച, ഗിഫ്റ്റ് ഒന്നും തരാത്തെന്ത്? ഓള് ഭയങ്കര എക്സ്പെക്ടേഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് അച്ഛര കൂടുന്നതിന് കാര്യമുള്ള കാര്യം ഞാൻ സത്യമായിട്ട് പറയും. ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. നീ എന്നോട് എന്താ പറഞ്ഞു, വീഡിയോ ഷൂട്ട് ചെയ്യാ മറ്റേ ഒപ്പിലിട്ട തിന്നാന്ന്. അവന് ഒപ്പിലിട്ട് തിന്നാൻ പോവാലോ, അതിനിപ്പോ എന്താ? എനിക്കൊന്നും നുജുവിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ? ബർത്ത്ഡേ സർപ്രൈസ് അതാണോ? ബർത്ത്ഡേ സർപ്രൈസ് ബേബി നുജുവിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ഇപ്പൊ വരും. ആരാ? അതൊക്കെ വരും. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ കാണാത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ആരൊന്നും ഇല്ലല്ലോ. എന്താ എന്നെ കാണാൻ ഒരാൾ വരുന്നുണ്ട് സർപ്രൈസ്. ആരാ പറയും? അതൊന്നും ഞാൻ പറയില്ല. ആരാന്നൊന്നും പറയില്ല. നീ ഗസ് ചെയ്യ്. എനിക്ക് ഗസ് ചെയ്യാൻ ആരുമില്ല. അത് ലൈറ്റ് ഇട്ട് ഞാൻ അങ്ങനെ ഷാൾ ചുറ്റിടൂ. നല്ല സർപ്രൈസ്. യെസ്, എല്ലാവർക്കും ഫ്ലവർ കൊടുത്തപ്പോ എനിക്ക് ബൊഗെയിൻവില്ലാണ് ഗൈസ് കിട്ടിയത്. അതിനെ സംഘടിപ്പിക്കാൻ കുറെ കഷ്ടപ്പെട്ടു ഗൈസ്. അതിനൊരു സർപ്രൈസും കൂടി ഉണ്ട്. മനുഷ്യനായിരിക്കും, ആരെങ്കിലും വരുന്നുണ്ടാവും. ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ അതൊക്കെ ഉണ്ട്. അപ്പൊ നാളെ സർപ്രൈസ്, ഇന്ന സർപ്രൈസ്. ഇന്ന് സർപ്രൈസ് ഉണ്ട്, നാളെ ഉണ്ടാവും സർപ്രൈസ്. നാളെ വലിയ സർപ്രൈസ്. എന്തേലും മണ്ടാർത്തിനുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന സിബിന്റെ കോസ്റ്റ്യൂമാണ്. ഞാൻ കൊടുത്തപ്പോ എങ്ങനെ ലൈറ്റ് കത്തിച്ചോണെങ്കിൽ നല്ല കോസ്റ്റ്യൂം ബർത്ത്ഡേ. ഷംസില്ലേ
അങ്ങോട്ട് തിരി ആ ഇല്ല ഓക്കെ ഇല്ലേ ഓക്കെ ഇല്ലേ ready 1 2 3 ready 1 2 3 happy birthday to you happy ആയോ അങ്ങോട്ടൊക്കെ കുജി കരയുന്ന വെച്ചോ കരയണ് പോലീസ് കൊണ്ടില്ല മതി രുചി കരഞ്ഞി അങ്ങോട്ടൊക്കെ ഇത് തീരില്ലടാ ഇത് അഞ്ചില്ലേ സർപ്രൈസിനുള്ള സാറല്ല പോട്ട് ഇങ്ങോട്ടോ ഫേസ് ആനന്ദ കണ്ണീർ മോഹമെല്ലാം ഞങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മളെ ബർത്ത്ഡേക്ക് തരെ ഇങ്ങനത്തെ ഫ്രണ്ട്സ് ഇതിൽ നമ്മൾ രണ്ടാൾ മാത്രമായിരുന്നു ഇത്ര കൊല്ലം ഉണ്ടായിന്. ഞങ്ങള് വന്നീലേ ബൊക്ക കൊടുത്തെന്താ ബൊഗിൻ ബൊക്ക ബൊക്ക ചെടി പറിച്ചുള്ളത് അത് ഒക്കെ ഊടിയില്ല തപ്പി തപ്പി ലാസ്റ്റ് കൊത്തി പൊടിച്ച് കയറി ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറ. ടച്ച് ബർത്ത്ഡേ അറിഞ്ഞില്ല ഹാപ്പി ബർത്ത്ഡേ ഇങ്ങോട്ട് പറയും. ഹാപ്പി ബർത്ത്ഡേ എന്തായിരുന്നു അഭിനയ? ഞാൻ മറ്റന്നാളെ വരാ. അല്ല ആബിച്ച ഞാൻ പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾ കടക്കപ്പായിന്ന് പോന്നാണ്. ഞാൻ സെബിനോട് പറഞ്ഞ് പിന്നെ എന്നും വിളിക്കണാണ്, ഇന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് അടിക്കും. ഹാപ്പി ബർത്ത്ഡേ നജോ നെട്ടില്ലേ ഇതാണ് നെട്ടിക്കൽ നെട്ടിക്കൽ ബർത്ത്ഡേ കണ്ടില്ല കേക്ക് മുറി ഉണ്ട്. കണ്ണ തുറക്കാൻ പാടില്ലട്ടാ. എന്താ വെച്ച് കരയുന്ന വീഡിയോ എടുക്കല്ല. ബൊക്കന്റെ മൊത്തം പ്ലാന് ആരാന്റെ പറമ്പെന്ന് ബൊക്കമ്പില്ലാന്റെ ചില്ല പറിച്ചു വന്നതാണ്. ഞങ്ങൾ ബർത്ത്ഡേക്ക് വേണ്ടി കരയുന്നുണ്ട് നോക്കാൻ പാടില്ലട്ടോ. അടുത്തതായി നെട്ടിക്കൽ പ്രകടനമായി തച്ചു. നോക്കാൻ പാടില്ലട്ടോ. കത്തിപിടി അഭിനയിക്കല്ലോ. കാണുണ്ടോ എന്തേലും? കണ്ണ് തുറക്കരുതേ. കുമ്പ കാണുന്നുണ്ടാ? നോക്കരുതട്ടോ. പോത്തും ചാണവും കത്തിയോളയില്ല. മറ്റേ കൈതാ എനിക്ക് തട്ടി മറിക്കരുതട്ടോ. അതില്ല മറ്റേ പോലെ ഒന്ന് എടുത്തോ, ഒന്ന് ഓഫ് ആക്കിട്ട് മറ്റേ ഷംസി ഏതെങ്കിലും ഒന്ന് എടുത്തോ. പ്ലം കേക്ക് ആണ്. തച്ചു കൊണ്ട് ശംസീന്റെ വീട്ടിന്ന് പോത്തിന്റെ സാധനം കൊണ്ടുവന്നിട്ട് നജുക്ക് ഗിഫ്റ്റ് ആദ്യക്ക് പ്ലം കേക്ക് ഇഷ്ടമാണ് എന്നിട്ട് വാങ്ങിയാ മുറുക്കി ഞാൻ മുറിച്ചാ ഈ ആണക്കാണത്. ഡയറ്റാ ഞാൻ ഡയറ്റാ എനിക്ക് വേണ്ട. ഇതവിടെ ചെറിയ കഷ്ണം ഉണ്ട്, അടുത്തോ. അവിടെ ഒന്നല്ല ഇതവിടെ. എനിക്ക് വേണ്ട. ചാണക
സംസിന്റെ പ്ലാനാണ് സംസി വീട്ടിൽ നിന്ന് കണ്ണീരൊക്കെ ഉള്ളിക്ക് പോയി. തമാശ. ഇത് വലിയൊരു സർപ്രൈസ്, ഇത് വലിയൊരു സർപ്രൈസ്. അതെ, ആ തുണി കാണിച്ചെടുക്ക, ആ തുണി തന്നെ വന്നതായിരിക്കും. നമ്മൾ ഒറിജിനലി ഇത് ശരിക്കും നെട്ടിയില്ലേ? കൊണ്ടത് കാര്യം കുടിക്കൂല. സ്മെല്ല് പോയോ? സ്മെല്ലുണ്ടോ? സ്മെല്ലൊന്നും ഉണ്ടല്ലോ, ഉണങ്ങിയതാണ്. ഇതിന്റെ മാസ്റ്റർ പ്ലാൻ മൊത്തം സംസിയാണ് കേട്ടോ. സംസിന്റെ വീട്ടില് പോത്തുണ്ട്, ആ പോത്തിന്റെ ഓൻ പറഞ്ഞ ഫ്രഷ് സ്മെല്ല് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. നമ്മൾ താഴ്ന്ന് മുറിക്കാം. ഓക്കെ, അതിലെന്താ വെച്ചോ? ഓൾക്ക് എന്താ കൊടുക്കാൻ പറ്റും? ഒരു കമ്മലോ മാലയോ ഡ്രസ്സോ ഒരു സാധനം കൊടുക്കാൻ പറ്റൂല. അതൊക്കെ ഉപയോഗിക്കാം. ഡ്രസ്സ് ഓക്കെ, പിന്നെ ഡ്രസ്സിന്റെ ഒരു വലിയ ആളാണല്ലോ ഓള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓളെ സൈസും ഓളെ ഇഷ്ടത്തിന് നമുക്ക് ചിലപ്പോ കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ പൊതുവേ നമ്മളെ ചെങ്ങാഴ്ചയാക്കാൽ ഈ ഫ്രണ്ട്സിന് നമ്മൾ എന്താ കൊടുക്ക? കമ്മല് അല്ലാന്നുണ്ടെങ്കില് അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല ഗൈസ്. ഇല്ല. അപ്പൊ അത് കാരണം മാഷാ അല്ലാഹ്. ഇനി ചാണകം ആയിരിക്കൂലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര ചെറിയൊരു ഗിഫ്റ്റ് ആദ്യമായിട്ടോ കൊടുക്കണമെന്നുണ്ട്. ആദ്യ നാച്ചുറൽസിന്റെ ഷാമ്പും കണ്ടു തുറന്നെങ്കി ചെറിയ പിടി. എന്താ ഫോട്ടോ എടുക്ക മറ്റേ ശരിക്ക്. ആ, അതവിടെ ഉണ്ടല്ലേ, എടുക്കേ. ഫോട്ടോ എടുത്ത് ഇത് മറ്റേതല്ലേ, എന്തേലും പറയാ? ലബൂബു ഫോട്ടോ ആണോ? ഫോട്ടോ ആണോ? വീഡിയോ ആണോ? എന്താണ് കിട്ടിയാ? സ്പ്രേ നൈസ് ചെയ്യില്ല കേട്ടോ. ഇത് കേട്ടോ. ഇല്ല കമ്മൽ. ഇത് കമ്പനിക്ക് പോയി. ലൈറ്റ് തിരിച്ചു പിടിക്കുക, ലൈറ്റ് ഇങ്ങോട്ട് പിടി. ഇത് കമ്പനിക്ക് കേട്ടോ, അതിൽ വെച്ചോ. ഇത് നിന്റെ ടേസ്റ്റ് ആപിച്ചാണോ പറഞ്ഞോടത്തെ? ഈ സാധനം മാത്രമേ ഇഷ്ടമുള്ളൂ. അത് വേറെ ഇല്ല ദുനിയാവില്. ബാക്കിയുള്ള വേറെ എന്താ കൊടുക്ക പെണ്ണിന്? ഞങ്ങൾ ഊഹിച്ചതാണ്. ഓളൊരു ഇതൊക്കെ ഇങ്ങനെ പിടിച്ച് ക്യൂട്ടായിട്ട് വെക്ക്. ഇതാ ഇതെല്ലാം കൂടി പിടിക്കാൻ കഴിയില്ല. അത് കൊടുക്ക്. ആ, ഒറിജിനൽ കേക്കാണ്. നേരത്തത് ഈ ചാണകം കൊണ്ടുവന്ന ആവശ്യക്കാരായിരുന്ന എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. സത്യം പറയട്ടെ, ഞാനല്ല ഗൈസ്, ഞാൻ പറയല അങ്ങനെ. ഞങ്ങൾ തമാശക്ക് അങ്ങനെ പറഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. സത്യമായിട്ട് സംസിങ് ഒന്നാക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കഷ്ടപ്പെട്ടിട്ട് വളാഞ്ചേരി ഇവിടെയാണ് ഹാപ്പി ബർത്ത്ഡേ നെജോ. വളാഞ്ചേരിന്ന് ചാണകം കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റ് കൊടുത്ത് കോഴിക്കോട് എത്തിട്ട്. എടുക്കട്ടെ, അടീന്നെടുക്കടാ. ഞാൻ എന്തായാലും എടുത്തുകൊടും. ഇതിനുള്ളിൽ മറ്റേ ബൗളറ്റാണോ? അനക്ക് വേണ്ടി അതിനുള്ളത് തന്നെയാണ് ആദി. വെള്ളത്തില് ഫ്ലാഷ് കണ്ടപ്പോ അങ്ങനെ നിങ്ങൾ എവിടെ ഇരുന്നിട്ടുണ്ടായിന്? അതേ ഫോട്ടോ നിങ്ങളൊക്കെ എടുക്കാം. ആ ഓക്കെ. ആ കേക്ക് മുറിച്ചിട്ട് പോവാ. നിക്ക് കേക്ക് മുറിച്ചിട്ട് പോവാ. ഇത് കഴിഞ്ഞിട്ട് പോയതാ. ഹാപ്പി ബർത്ത്ഡേ നെജു. ഒറിജിനൽ കേക്ക് തന്നെയാ. രണ്ട് വെച്ചാ മതി, രണ്ട് വെച്ചാ മതി. കേക്ക് തട്ടി തമ്പ്ലൈനൊക്കെ എടുത്തോ? ഒന്നാമത്തെ പോലെ കാട്ടല്ലേ. തച്ചു വാ. യൂട്യൂബ് തമ്പ്ലൈൻ ഇവിടെ വേണ്ട. കത്തിയാ. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ആയോ ആയോ തുണിക്കൊന്നും ആയില്ലല്ലോ. അതിനും പ്രതീക്ഷയില് എമ്മാതിരി പ്ലാൻ കുറച്ച് മുമ്പ് വിളിച്ചിട്ട് ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോയിക്കാനു. ഞങ്ങൾ സംശയം വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ആനെ വിളിച്ചത്. ഞാൻ ആപിച്ചോട് പറഞ്ഞിട്ടുള്ളൂ തച്ചൊന്നും വിളിച്ചില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തേലും മുക്കും മൂലമായിട്ട് വിളിക്കണ്ടല്ലോ. ഞാൻ എന്റെ ഫോണിന് വെച്ച് കൊടുത്തില്ല, അതില് വിളിച്ചിട്ടുണ്ടല്ലോ, വിളിച്ചിരിക്കുന്നു പ്ലാൻ ആക്കിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഫോൺ ഞാൻ തന്നിട്ടില്ലല്ലോ. അപ്പൊ മനസ്സിലായില്ല എനിക്ക്. ഞാൻ അങ്ങനെ ആലോചിക്കുന്നു. ഇന്ന് ഒന്നാമത് ഞാൻ ഫുള്ള് ക്ഷീണല്ലായിരുന്നാ, എങ്ങനെങ്കിലും ഒന്ന് ബെഡിൽ കിടന്നാ മതിന്ന് എനിക്ക്. നെട്ടിയില്ലേ നീ? നല്ല നെറ്റ്. തുന്നറിയോ? തുന്നൽക്കാരി വാങ്ങി തന്നാരാ? ആരാ വാങ്ങി തന്നാരോ? എന്റെ അമ്മോഷൻ. അമ്മോഷൻ എന്ന് പറയാ? അമ്മോഷൻ. ഏത് മോശം? അമ്മോഷൻ ഡെനിമാണ് ഗൈസ്, നോർമൽ ഡെനിം അല്ല. ഇതിലൊരു ലൗച്ചിനും ഒരു പൂക്കളും വരുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ഒരു ബാൻഡ് വരും. ജ്യൂസ് വാങ്ങിട്ട് മൂത്രയിക്കാൻ തച്ചു. അവരോട് ചോദിച്ചാൽ മതി, വാഷ്റൂം യൂസ് ചെയ്യിക്കോട്ടെ. അപ്പൊ ഓക്കെ എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. കുറവായി പോണ്ടാ. ഇത് കുടിക്കാൻ വകക്കുണ്ടോ? ഇതിനേക്കാളും നന്നായി നാരങ്ങളെ ഞാൻ കളിക്കും. ഇത് മാങ്ങ ജ്യൂസാ. ഞാൻ അവിടുത്തെ ലിസ്റ്റ് നോക്കിയപ്പോ ഏറ്റവും ചെറിയ പൈസന്റെ സാധനം ഇതാണ്. റോജന്റെ ചോയ. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നു ഗൈസ്. എക്സ്പെക്ട് ചെയ്തോ? ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്തിനാ? അത് നിനക്കറിയാലോ, നിക്കാതിന് സമയത്ത് ഞാൻ കരിയിലാണ്ട് ഞാൻ പോയി കരഞ്ഞില്ലായിരുന്ന. ഞാൻ കരഞ്ഞില്ല. ഹാപ്പി അല്ലേ നീ? കരയുന്ന വീഡിയോ ഉണ്ട് കേട്ടോ, ഞാൻ അതിലിടും, യൂട്യൂബിലിടും. ഇടണ്ട. എനിക്ക് ഭയങ്കര ഹാപ്പി സത്യമായിട്ടും. അഭിച്ചക്ക് അറിയാലോ എന്റെ ഫീലിങ്സ്. ഞാൻ ചില ഫീലിങ്സ് ഞാൻ പറയാറില്ലേ, ആ ഫീലിങ്സ് എല്ലാം ഇവിടെ തട്ടിത്തെറിച്ച് പോയി ഗൈസ്. അത് ചാണം മുറിച്ച് എങ്ങനെയുണ്ടായിന്? ശംസി ഒരു സാധനം തന്നെ വിചാരിച്ചത് കേക്കാന്നാ, പിന്നെ സംശയം കേക്കല്ലോ ചാണകം. ഞാൻ കണ്ടപ്പോ ഞാൻ ഈ ചിന്തിച്ചോക്ക്, വളാഞ്ചേരിന്ന് ചാണകം കൊണ്ടുവന്നിട്ട് അണി കേക്കിന്റെ ബോക്സിൽ ഇട്ടിട്ട് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് മുറിപ്പിച്ചതാ. ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ കേക്ക് അപ്പി പോലെ ഉണ്ടാക്കുമല്ലോ, അത് തന്നെ വിചാരിച്ചേ. പിന്നെ മനസ്സിലായ ഫ്രഷ് കൊണ്ടുവന്നതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളെ വക ഫുഡ് മേടിച്ചെടുക്കണം. ബാക്കി വിഷയം സമയം എത്രയായി അതുകൂടി പറ. 2:30 ഫുഡ് ഉണ്ടെങ്കിൽ നമ്മൾ മേടിക്കും ഗൈസ്. അത് കഴിഞ്ഞ് നേരെ ചട്ടിയിലേക്ക്. അതായത് രണ്ട് ഇതെന്താണ് ചോറോ? അത് ഗൈസ് ദിവസത്തിന് ശേഷമാണ് ഞാൻ ചോറിനാൻ പോണത്. അപ്പൊ നല്ല അടിപൊളി മീൽസ്. മുടി അടിപൊളിയായിട്ട് ചോറ് തിന്നാൻ പോവാൻ. കൊണ്ടാട്ടുണ്ട്, അച്ചാറുണ്ട്. ഇതെന്താ കറി? സാമ്പാറ്, എന്തോ കറി, ഉപ്പേരി, മോര്, ഉപ്പേരി, അച്ചാറ്. അല്ല, തേരും ചമ്മന്തി ഉള്ളതാണ്. അടി ഉണ്ടോ അവിടെ? ചമ്മന്തിൻ്റെതാണ്. ചമ്മന്തിൻ്റെതാ. ഇതിന്റെ പപ്പട പായസം ഉണ്ടോ? ഇല്ല, പായസം ഇല്ല. ബിരിയാണിക്ക് എന്തൊക്കെയാണ്?